എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർച്ചനയാണ്. നമ്മുടെ തത്തുല്യം ഇക്വലൻസി SSLC ഇക്വലൻസി പരീക്ഷ ഒക്ടോബറിൽ നടത്താനിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫിസിക്സിൻ്റെ തുല്യതാ പാഠാവലി ഭൗതികശാസ്ത്രം 10 ഊർജ പരിപാലനം അധ്യായം 7 അധ്യായം 7 ഊർജ പരിപാലനം. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ വായിച്ചാലും മനസ്സിലാവുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ പാഠത്തിൽ 1 ഇന്ധനങ്ങൾ എന്നാൽ എന്ത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നിയന്ത്രിതമായി കത്തിക്കുമ്പോൾ നല്ല തോതിൽ ഊർജം തരുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് നിയന്ത്രിതമായി? ഇപ്പം നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കത് സിമ്മിലും ഫുള്ളാക്കിയും ഒക്കെ വെക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. വിറകാണെങ്കിലും അത് തന്നെ. കത്തിക്കുന്ന സമയത്ത് ഒന്ന് തീ കുറയ്ക്കണമെങ്കിൽ നമ്മളത് പുറത്തേക്ക് തള്ളി വെച്ച് ആ ഒരു തീ ഒന്ന് കുറച്ച് നമുക്കതിനെ ഉപയോഗിക്കാം. പെട്രോള്, അപ്പോൾ അതൊക്കെ എന്താണ്? നിയന്ത്രിതമായി കത്തിക്കുമ്പോൾ നല്ല തോതിൽ നമുക്ക് എന്ത് കിട്ടും? ഊർജം ലഭിക്കുന്ന വസ്തുക്കളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ധനങ്ങളെന്ന് പറയാം. നിയന്ത്രിതമായി കത്തിക്കുമ്പോൾ നല്ല തോതിൽ ഊർജം തരുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. വിറക് ഉപയോഗിക്കുന്നത്, പിന്നെ വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണക്കച്ചാണകവും കൽക്കരിയും ഒക്കെ വീടുകളിൽ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ വിറക്, ചിരട്ട, ഉണങ്ങിയ ഓല തുടങ്ങിയവയെല്ലാം LPG, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്, ബയോഗ്യാസ് എന്നിവയൊക്കെ എന്തിനുദാഹരണങ്ങളാണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇന്ധനങ്ങൾ എന്നാണെന്ന് ചോദിച്ചാൽ, നിയന്ത്രിതമായി കത്തിക്കുമ്പോൾ നല്ല തോതിൽ ഊർജം തരുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. അടുത്തത് നോക്കൂ, ഇതിനകത്ത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാൻ പറയുന്നത് ഏതാണ്? വിറകടുപ്പിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് നമുക്ക് ആലോചിച്ച് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിറകടുപ്പിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമുക്കത് ലഭിക്കാൻ എളുപ്പമാണ്, ചെലവ് കുറവാണ്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പം, ചിലവ് കുറവ്, ഗ്രാമപ്രദേശങ്ങളിലെ ലഭ്യത, ഇതെല്ലാമാണ് വിറകടുപ്പിൻ്റെ മേന്മ. അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ, അതായത് LPG ഗ്യാസ് അടുപ്പിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ വിറകും ഇതൊക്കെ വെച്ച് കത്തിക്കുമ്പോൾ ചാരവും പുകയും കാർബൺ ഡയോക്സൈഡും ഒക്കെ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ LPGയിൽ കത്തിക്കുമ്പോൾ കുറഞ്ഞ തോതിലുള്ള മലിനീകരണം, അതായത് മലിനീകരണം കുറവാണ്, പാചകം ചെയ്യാൻ എളുപ്പമാണ്, എളുപ്പത്തിൽ തീ കത്തിക്കുന്നതിനും ചൂട് നിയന്ത്രിക്കുന്നതിനുമുള്ള സൗകര്യം തുടങ്ങിയവയാണ് ഗ്യാസ് അടുപ്പിൻ്റെ മേന്മകൾ. കിട്ടിയല്ലോ. പിന്നെ അടുത്തത് വരുന്ന ടോപ്പിക്ക് അടുപ്പുകളുടെ ക്ഷമത, അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ ക്ഷമത, എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ധനം കത്തുന്നത് വഴി ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ എത്ര ഭാഗം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ്. അതായത് എന്തുമാത്രം നമുക്കത് കൃത്യമായി യൂസ് ചെയ്യാൻ കഴിയുന്നോ അതിനെയാണ് ആ ഇന്ധനത്തിൻ്റെ ക്ഷമത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ധനം കത്തുന്നത് വഴി ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ എത്ര ഭാഗം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ക്ഷമത അഥവാ എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഇന്ധനവാതകങ്ങൾ, നമുക്ക് ലഭ്യമാകുന്ന ഇന്ധനവാതകങ്ങൾ ഏതൊക്കെ? ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ 1 LPG, 2 LNG, 3 CNG, 4 ബയോഗ്യാസ്, പിന്നെ ഗോബർ ഗ്യാസ്. ഇതൊക്കെയാണ് ഇന്ധനവാതകങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ LPG എന്താണെന്ന് നോക്കാം. LPG എന്താണ്? പാചകവാതകം എന്ന് പൊതുവെ അറിയപ്പെടുന്നതാണ് LPG അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാചകവാതകം. ഇനി LPGയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് എന്തിൻ്റെ പൂർണ്ണരൂപം? LPGയുടെ പൂർണ്ണരൂപം. നോക്കൂ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇനി നമ്മുടെ നാട്ടിൽ ഈ LPG ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ റിഫൈനറികളിൽ പെട്രോളും ഡീസലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം നമുക്ക് ലഭ്യമാകുന്ന വാതകമായ പെട്രോളിയം ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഉയർന്ന മർദ്ദത്തിൽ
എന്താക്കി മാറ്റുന്നു? ദ്രാവകമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് LPG ലഭിക്കുന്നത്. എങ്ങനെയാണ്? വാതകമായ പെട്രോളിയം ഗ്യാസിനെ ഉയർന്ന മർദ്ദത്തിൽ ദ്രാവകമാക്കി മാറ്റുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? LPG ലഭിക്കുന്നത്. ഇനി LPGയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 പ്രധാന ഘടകങ്ങളാണ് LPGയിലുള്ളത്. ഏതൊക്കെയാണ്? പ്രൊപ്പെയിൻ, പ്രൊപ്പിലിൻ, ബ്യൂട്ടെയിൻ, ബ്യൂട്ടിലിൻ. പ്രൊപ്പെയിൻ, പ്രൊപ്പിലിൻ, ബ്യൂട്ടെയിൻ, ബ്യൂട്ടിലിൻ എന്നീ രാസസംയുക്തങ്ങൾ വ്യത്യസ്ത അളവിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? LPG ഉണ്ടാകുന്നത്. ഇനി ഇന്ത്യയിൽ ലഭ്യമാകുന്ന LPGയിലെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ബ്യൂട്ടൈൻ ആണ് എഴുതേണ്ടത്. ഏതാണ്? ബ്യൂട്ടൈൻ. ഇനി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് സ്മെല്ലുള്ളതായിട്ടാണ് നമുക്കറിയുന്നത് അല്ലേ? സത്യം പറഞ്ഞാൽ LPGക്ക് എന്തില്ല? ഗന്ധമില്ല. എന്നാൽ LPGക്ക് രൂക്ഷഗന്ധം കൈവരാൻ വേണ്ടി ചേർക്കുന്നതാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ സ്മെല്ല് അതെന്താണ്? ഈ ഗ്യാസിൻ്റെ ഒറിജിനൽ സ്മെല്ലല്ല. ഒറിജിനൽ ഗ്യാസിൻ്റെ വാതകത്തിന് മണമില്ല. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ലീക്ക് ചെയ്യുമ്പോൾ എളുപ്പം അറിയാൻ വേണ്ടി പ്രത്യേക മണമുള്ളതായ ഈഥൈൽ മെർക്യാപ്റ്റൻ ഗ്യാസിൽ LPGയിൽ ചേർക്കുന്നത് കൊണ്ടാണ് നമുക്ക് LPG മണമുള്ളതായിട്ട് തോന്നുന്നത്. ഏതാണ് ചേർക്കുന്നത്? ഈഥൈൽ മെർക്യാപ്റ്റൻ. അപ്പം നമ്മൾ പഠിച്ചു LPG എന്ന് പറയുന്നത് പാചകവാതകമാണ്. ഇതിൻ്റെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പെട്രോളിയം ഗ്യാസിനെ ഉയർന്ന മർദ്ദത്തിൽ ദ്രാവകമാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? LPG ലഭിക്കുന്നത്. LPGയിലെ പ്രധാന ഘടകങ്ങളാണ് പ്രൊപ്പെയിൻ, പ്രൊപ്പിലിൻ, ബ്യൂട്ടെയിൻ, ബ്യൂട്ടിലിൻ. ഇനി ഇന്ത്യയിൽ ലഭ്യമാകുന്ന LPGയിലെ പ്രധാന ഘടകം ചോദിച്ചാൽ ബ്യൂട്ടൈൻ ആണ്. ഗ്യാസിന് അല്ലെങ്കിൽ LPGക്ക് രൂക്ഷഗന്ധം നൽകുന്ന വസ്തു ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. അടുത്ത രണ്ടാമത്തേതാണ് LNG. പേരിൽ നമുക്ക് LPG പോലെ തോന്നുമെങ്കിലും എന്താണ്? ഏറെ വ്യത്യാസങ്ങൾ LNGക്കുണ്ട്. ഇത് ഉയർന്ന മർദ്ദത്തിലാണ് ദ്രാവകമാക്കി മാറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ അത് അങ്ങനെയല്ല. LNGയുടെ ഫുൾ ഫോം ആദ്യം നമുക്ക് നോക്കാം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. എന്താണ്? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇവിടെ P ആണ്, അത് പെട്രോളിയം ഗ്യാസ്, ഇത് നാച്ചുറൽ ഗ്യാസ്. ഇനി ഇത് നോക്കിക്കേ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വാതകം എന്നത് വളരെ താഴ്ന്ന താപനിലയിൽ, അതായത് ഏകദേശം -170 മുതൽ 120 ഡിഗ്രി വരെ സെൽഷ്യസിൽ മാത്രമേ ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റൂ? ദ്രാവക രൂപത്തിലാക്കാൻ കഴിയൂ. അതേപോലെ ഇത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കടൽ തീരത്തോടടുത്തുള്ള പുതുവൈപ്പ് എന്ന സ്ഥലത്ത് കപ്പലുകളിൽ എത്തിക്കുന്ന LNG പൈപ്പുകളിലൂടെ വ്യവസായശാലകളിൽ എത്തിക്കാനുള്ള പ്രത്യേക സംവിധാനം പ്രവർത്തിക്കുന്നു. അപ്പം വ്യവസായശാലകളിൽ എത്തിക്കാനുള്ള കേരളത്തിലെ പ്രത്യേക സംവിധാനം പ്രവർത്തിക്കുന്ന എവിടെയാണ്? എറണാകുളം ജില്ലയിലെ വൈപ്പിൻ തീരത്താണ്. പുതുവൈപ്പിലാണ് കേട്ടോ, വൈപ്പല്ല, പുതുവൈപ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ. അടുത്തത് CNGയുടെ ഫുൾ ഫോം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിൻ്റെ പ്രധാന ഇതിൽ പ്രകൃതിവാതകം വളരെ ഉയർന്ന മർദ്ദത്തിൽ എന്ത് ചെയ്യും? പ്രകൃതിവാതകത്തെ വളരെ ഉയർന്ന മർദ്ദത്തിൽ വാതകമായി തന്നെ സിലിണ്ടറുകളിലോ പ്രത്യേക അത് സൂക്ഷിക്കുന്ന പാത്രങ്ങളിലോ ആണിത് ശേഖരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത മേന്മകൾ എന്താണ്? ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഇന്ത്യയിലെ പല നഗരങ്ങളിലും CNG ഉപയോഗിക്കുന്നു. അതിൻ്റെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ ചെലവ് കുറവാണ്. ഇതിനെന്താണ്? ചെലവ് കുറവാണ്. പിന്നെ വായു മലിനീകരണം കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ CNGയുടെ മേന്മകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവ് കുറവാണ്, മാലിന്യം കുറവാണ്, മലിനീകരണം കുറവാണ്. ഇനി ഈ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഈ LPG ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പ്രകൃതിവാതകങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് മീഥെയിൻ ആണ്. ഏതാണ്? മീഥെയിൻ. അടുത്ത നാലാമത്താണ് ബയോഗ്യാസ്. എന്താണ് ബയോഗ്യാസ്? നമ്മുടെ വീടുകളിൽ പാഴാക്കി കളയുന്ന ഭക്ഷണത്തിൽ നിന്നും. അപ്പോൾ ബയോഗ്യാസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഗോബർ ഗ്യാസും പഠിക്കാനുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങൾ ഒരു പ്രത്യേക അതിൽ സൂക്ഷിച്ച് അതിൽ നിന്നും മീഥെയിനെ വാതകങ്ങളെ വലിയ ഡ്രമ്മുകൾ ശേഖരിച്ച് പൈപ്പ് വഴി അടുക്കളയിൽ എത്തിക്കുന്നു. അതിനു പറ്റിയ ബർണറുകൾ ഉപയോഗിച്ച് കത്തിച്ച് പാചകത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്?
ബയോഗ്യാസ്. എന്നാൽ ബയോഗ്യാസിൻ്റെ തന്നെ ഒരു പ്രത്യേക രൂപമാണ് എന്ത്? ഗോബർ ഗ്യാസ്. അതായത് ചാണകത്തിൽ നിന്നും മീഥേൻ വാതകം ഉൽപ്പാദിപ്പിച്ച് ഇന്ധനം ഉണ്ടാക്കുന്നതാണ് ഗോബർ ഗ്യാസ്. ഗോബർ ഗ്യാസ് ചോദിച്ചാൽ എന്തിൽ നിന്നാണ്? ചാണകത്തിൽ നിന്നും മീഥേൻ ഉൽപ്പാദിക്കുന്നത്. മറ്റത് ബയോഗ്യാസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടം, ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും മീഥേൻ ഉണ്ടാക്കി അതിൽ നിന്ന് ഇന്ധനമാക്കി ഉപയോഗിക്കുന്നതാണ് എന്ത്? ബയോഗ്യാസ്. ബയോഗ്യാസിൽ മീഥേൻ മാറിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ലവണ രൂപത്തിലുള്ള കുഴമ്പ് രൂപത്തിലുള്ള ഒരു വസ്തു ഉണ്ട്. അതിന് പറയുന്ന പേര് സ്ലറി. ഈ സ്ലറി നമ്മൾ പച്ചക്കറി, ഗാർഹിക ജൈവ മാലിന്യങ്ങൾ ചുറ്റുപാടുകളിലേക്ക് വലിച്ചെറിയുന്നത് മൂലമുള്ള പകർച്ചവ്യാധികളൊക്കെ കുറയ്ക്കാനും ഈ ബയോഗ്യാസ് കൊണ്ട് ഉപകാരമാണ്. പിന്നെ ഈ സ്ലറി നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വാതക ഇന്ധനങ്ങൾ. ഏതൊക്കെയാണ്? LPG, LNG, CNG, ബയോഗ്യാസ്, അതിൻ്റെ കൂടെ ഗോബർ ഗ്യാസ്. ഇത്രയും പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാമാണ്. എല്ലാവരും വീഡിയോ കണ്ടോ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ചോ ഒക്കെ ഉഷാറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് സമയമില്ല. ഇതുപോലുള്ള ചെറിയ വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാക്കിയുള്ള വീഡിയോകൾ സമയാനുസൃതമായി ഇടുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു.